പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, മീനും കൂട്ടി ചോറുണ്ടേ വേണ്ടേ? ആ അപ്പോ എല്ലാവർക്കും നമസ്കാരം. നമ്മളെ കൂമ്പാള മീഡിയന്റെ ഉച്ചയൂൺ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഉച്ചക്കത്തെ ചോറ് കൂമ്പാളയ്ക്കൊപ്പം എന്ന സെഗ്മെന്റ് ആണ്. അപ്പൊ നമ്മളെ ഇവിടെ കറിയും ചോറെല്ലാം നീതും എന്തെല്ലോ തട്ടിക്കൂട്ടി ആക്കി വെച്ചിട്ടുണ്ട്. കോണുണ്ടോ ഇല്ലയോ നമ്മൾ തിന്നിട്ട് പറയാ. ഈ കോണം ഇല്ലെങ്കിലും കോണം ഉണ്ടെന്ന് പറയാ കേട്ടാ, അല്ലെങ്കിൽ അമ്മക്ക് ദേഷ്യം വരും. അപ്പൊ നമുക്ക് ചോറ് തിന്നാമേ. അപ്പൊ എന്റെ പ്ലേറ്റ്, അമ്മേന്റെ പ്ലേറ്റ്, നിജോന്റെ പ്ലേറ്റ്. അപ്പൊ ഇതാ നല്ല രണ്ടോട്ട് ഇടണോന്നാണ്. അപ്പൊ നല്ല കുത്തരി ചോറല്ല, കുറുവേന്റെ ചോറ് അല്ലേ? കുറുവേന്റെ ചോറ് ആണ് വെച്ചിട്ടുള്ളത്. തിന്നിട്ട് തരും കേട്ടടാ. ആ അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൂയാപ്പിള. നല്ല എങ്ങനെ വെച്ചിട്ട് കടുവ കൂയാപ്പിള നല്ല പുളിമുളക് ഇട്ട് എന്റെ കടു പച്ചക്കടു അല്ലെ, പച്ചക്കടു ചതച്ച് പൊട്ടിച്ചിട്ട് ഇതിലിട്ട് അങ്ങനെ രസം ഉണ്ടാവും പറഞ്ഞിട്ടാണ് അങ്ങനെ ഇട്ട് നോക്കിയത്. അപ്പൊ നമ്മള് കൂയാപ്പിളാണ്, നല്ല പുളിമുളക് കൂയാപ്പിളാണ്. അതിന്റെ ഒരു കഷ്ണം ഇടറാ, കഷ്ണം ഇടൂ. ഇതാ ഇതാ കടു കാണുന്നുണ്ട്, കടു ശരിക്കടുത്ത് കാണുന്നുണ്ട്. ഇതാ നോക്കിയേട്ടെ, പച്ചക്കടു പൊട്ടിച്ചേട്ടാ. അങ്ങനെ അപ്പൊ അതും കൂട്ടിട്ടാണ് ആദ്യത്തെ ഉരുള നിന്ന്. നല്ല രസം ഉണ്ടാവുന്നട്ടാ അങ്ങനെ വെച്ച് നോക്കിയേ നീതു. നല്ല രസമുണ്ട്, നോക്കിയേ അല്ലേ? ഇല്ലടാ, ഇത് വീഡിയോന്റെ ഇങ്ങനെ ഗുണമില്ലാത്ത സാധനം ഗുണമുണ്ട് എന്ന് പറയാൻ പറഞ്ഞുകൊണ്ട് പറയുന്നല്ല, നല്ല രസമുണ്ട്. വണ്ടി ഇവിടെ വീട്ടിൽ പോയത്ത് ഒരിക്കൽ പോയത്ത് കടു ഇട്ടിട്ട് ഇങ്ങനെ കുയ്യാപ്പിള കടുവും പൊട്ടിച്ചിട്ടിട്ടാന്ന് പറയും ഇവിടെ അമ്മമ്മ. അപ്പൊ ഇവിടെ നീതുവിന്റെ വീട്ടിൽ നിന്നാണ് ഈ സിസ്റ്റം കൊണ്ടുവന്നല്ലേ, കടു പൊട്ടിച്ചിട്ട്. അപ്പൊ നമ്മളൊരിക്കൽ വെച്ച് നോക്കുന്നതായിട്ടില്ല, എന്നാ ഇന്നും കൂടി വെച്ച് നോക്കാലോ. പിന്നെ പിയാപ്പിള കിട്ടിയിട്ടില്ല. കുയ്യാപ്പിളന്റെ പണിയല്ലേ? പിന്നെ ഐരാമത്തി അല്ലേ കിട്ടൂ, കുയ്യാപ്പിള കിട്ടില്ല. നമ്മൾ അടുത്ത സ്പെഷ്യല് കേബേജ് പറവാ നിന്ന്. ഈ കേബേജ് ആരോഗ്യത്തിനെല്ലാം നല്ല കേട്ടാ, ഒരുപാട് വിറ്റാമിൻസ് ഉള്ള സാധനമാണ് കേബേജ്. എന്തെല്ലാം ഉണ്ട്, കണ്ണിന്റെ കാഴ്ചക്കൂ മറ്റേ പിയാപ്പിള ഇന്ന് കിട്ടി, അതുകൊണ്ട് ഇന്ന് കടു അരച്ചിട്ട് കേബേജിലും കടു ഉണ്ട് കേട്ടാ. അപ്പൊ കേബേജും കൂട്ടി കുറച്ച് ചോറും ഒരു കൂയാപ്പിളന്റെ ഒരു ഒരു പീസും ഇങ്ങനെ എടുത്തിട്ട് അടിപൊളി. എന്റെ വേണമെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കണം, നല്ല തൊണ്ട കെട്ടും. പിന്നെ അതിന്റെ കൂടെ ഇന്ന് നമ്മളെ വേറെ സ്പെഷ്യൽ പറയാ എടുക്ക. ഇന്നലത്തെ ചക്കപ്പൂതല് പുളുങ്കറി, ഇന്നലത്തെ പുളുങ്കറിയാണ്. അതും കൂട്ടി ഇന്നലെ ഞാനേ കൂട്ടിയില്ല പുളുങ്കറി. ഇവര് ഇന്നലെ ഇവര് സിനിമക്ക് പോയിനി, ഒരു ജാതി ജാതകം. അപ്പൊ ഇവരെല്ലാരും ഫാമിലി അടക്കം പോയിനി. അപ്പൊ ഞാനും അതില് ചെറുങ്ങനെ ഇടയിലും ഉണ്ട്, മുഖം കാണിച്ചിട്ട് കുറച്ച് സീനെല്ലാം ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷെ എഡിറ്റ് ചെയ്ത് വരുമ്പോ കൊറേ കട്ടായി പോയി. എല്ലാം തിരിഞ്ഞിട്ടില്ല, എന്നാൽ 3-4 എടുക്കലുണ്ട്. പിന്നെ വേറെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മീശലുണ്ടായിരുന്നു. ആ മീശ അവര് പറഞ്ഞ മീശ വടിക്കരുത്, ഞാൻ സ്ഥിരമായിട്ടാണല്ലോ മീശ വടിക്കലാണല്ലോ. അപ്പൊ ആ സിനിമയില് എനിക്ക് മീശ ഉണ്ട്, അപ്പൊ പെട്ടെന്ന് തന്നെ തിരിയില്ല. അപ്പൊ പാട്ട് സീനിലും പിന്നെ 1-2 സ്ഥലത്തെല്ലാം വലിയ തിരുവനന്തപുരമായിട്ടുള്ള ഒരു ഇതെല്ലാം കോമ്പിനേഷൻ സീനിലും ഉണ്ടല്ലേ, ചെറിയ സീനിലും ഉണ്ട്. ഡയലോഗ് ഇല്ല, പക്ഷെ സീനുണ്ട്. എഡിറ്റിംഗില് കുറെ ഡയലോഗിലെ സീൻ കട്ടായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ അവര് സിനിമ കാണാൻ പോയേ 2 മണിക്കല്ലേനോ ഇന്നലെ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഫ്രൈ കൂയാപ്പിളടാ, മുള്ളൻ ഫ്രൈ. മുള്ളൻ ഫ്രൈ, മുള്ളൻ പുളിമുള്ളിട്ട രസം ഉണ്ടാവും, ഫ്രൈ ആക്കാൻ രസം ഉണ്ടാവും. അതാണ് മുള്ളന്റെ രസം. അപ്പൊ മുള്ളൊരു കഷ്ണങ്ങൾ എടുത്ത് അതും പൊളിച്ച് കേട്ടാ. പിന്നെ അതുപോലെ ഇതാ, അപ്പൊ കാണുന്ന ആൾക്കാർക്ക് ഇവർക്ക് എന്തെല്ലാം സ്പെഷ്യൽ അല്ലേ. ഇത് പൂതല് ഇന്ന് പിന്നെ വറക്കാൻ കാരണം
പോയി പോവും, ബാഡി കുറച്ചു പോവും. അപ്പൊ പൂതൽ ഫ്രൈ. ബാഡീന് കൊറേ ദിവസമായി പൂതൽ എന്ന് പറഞ്ഞാൽ വെച്ചിട്ട്. ഇത് ആദ്യമായിട്ട് കാണുന്ന ഇതൊന്നുകൂടി പൂതലെന്ന്. കുഞ്ഞി ചക്ക, ചക്ക എന്റെ കുട്ടി അല്ലേ. ചക്ക ആയി വരുമ്പോ അതിനെ പൊട്ടിച്ചിട്ട് വറക്കുന്നതാണ് ചക്കപ്പൂതൽ. നമ്മളെ കണ്ണൂരിൽ ഇങ്ങനെയാന്ന് പറയാ, ഓരോ സ്ഥലത്ത് എങ്ങനെയാ പറയാന്ന് നമുക്കറിയില്ല. ചക്കപ്പൂതൽ ഇതെല്ലാം വിറ്റാമിന്റെ കലവറിയുള്ള സാധനമാണ് ചക്കപ്പൂതൽ. സത്യം പറഞ്ഞാൽ മീനൊന്നും വേണ്ട, ഈ ചക്കപ്പൂതലു ഇത് മാത്രം മതി. പിന്നെ സ്പെഷ്യൽ ആയില്ലേ, പുളിയമുളകായി, കേബേജ് വറവായി, ഇതായി, പുഴുങ്കറിയായി, ഓലായി. പിന്നെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ല കക്കിരിക്ക ഇങ്ങനെ എടുക്കണോ, ഇങ്ങോട്ട് ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കക്കിരിക്ക വെറുതെ തോന്നുന്നു നല്ലതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിജോന് ഇഷ്ടം കക്കിരിക്ക. എല്ലാവർക്കും ഇഷ്ടം തന്നെയാണല്ലേ കക്കിരിക്ക. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ചോറിന്റെ ഇത്. അപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ബായ് വരാം അല്ലേ. അപ്പൊ നാളെ പുതിയ വീഡിയോ വരും. ബൈ.